ജോസ് ടോം അരനൂറ്റാണ്ടിലധികം കാലം കെ മാണി ഇവിടെ നിന്ന് ജയിക്കുന്നു. ഒരു ഡ്രീം റണ്ണായിരുന്നു. അതിനൊരു സ്റ്റോപ്പ് വീഴുന്നത് അങ്ങ് പരാജയപ്പെടുമ്പോഴാണ്, മാണി സി കാപ്പനോട് പരാജയപ്പെടുന്നതുകൊണ്ടാണ്. ആ തോൽവിക്ക് ശേഷം പിന്നെ ഒരു ജയം ഇവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ ആ സീരീസ് ഒന്ന് പരിശോധിച്ചാൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തവണയും കൂടി ഇല്ലെങ്കിൽ പിന്നെ സ്വന്തം വീട് പോയി കഴിഞ്ഞാൽ, തട്ടകം പോയി കഴിഞ്ഞാൽ എന്തെന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ജോസ് കെ മാണിയെ സംബന്ധിച്ചും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചും. 2019 തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പിൽ മാണി സി കാപ്പൻ ഇടതുപക്ഷമായിരുന്നു. അന്ന് ജയിച്ചതിൻ്റെ വളരെ കൃത്യമായ ഉത്തരം പറയാൻ കഴിയുന്ന ആൾ എൻ്റെ വലതുഭാഗത്ത് നിൽപ്പുണ്ട്. കാരണം 2016 തെരഞ്ഞെടുപ്പിൽ BJPയുടെ N ഹരി നേടിയത് 24,881 വോട്ടാണ്. 2019 ഉപതെരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് 6,777 വോട്ട് കണ്ടില്ല. അവർ നേടിയത് വെറും 18,044 വോട്ടാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വളരെ കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാവും, 2021 തെരഞ്ഞെടുപ്പായപ്പോൾ BJPയുടെ വോട്ട് നില വെറും 10,869 വോട്ടായി. എവിടെ പോയി ആ വോട്ട്? എവിടെ പോയി? അവരിപ്പം ക്രിസ്ത്യാനികളെല്ലാം വോട്ട് ചെയ്ത് ഞങ്ങൾ ജയിക്കും എന്ന് പറയുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. വോട്ട് വിറ്റ് അല്ല, വോട്ട് തിരിമറി നടത്തി നേടിക്കൊണ്ടിരിക്കും. നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങി സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്നത് ഷോൺ വളരെ ആക്റ്റീവാണ്, ആ വോട്ട് ഷോൺ തിരിച്ചു പിടിച്ചാലോ? ആക്റ്റീവ് ആയതുകൊണ്ട് വോട്ട് കിട്ടണമെന്നില്ലല്ലോ. വളരെ ആക്റ്റീവാണ്. അപ്പനും മകനും എന്തും പറയാൻ മിടുക്കരാണ്, തിരിച്ചും മറിച്ചും പറയാൻ മിടുക്കരാണ്. ഇനി ഒരു വേറെ പാർട്ടി ചേരാനില്ല. കേരളത്തിലെ എല്ലാ പാർട്ടിയും കഴിഞ്ഞു.